ഇപ്പോൾ ബ്രസീൽ ഹെയ്ത്തി മത്സരം അതിൻ്റെ ഇഞ്ചുറി ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ നേടിയ 3 ഗോളുകളിൽ ബ്രസീൽ ഒതുങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആരാധകർക്ക് ആദ്യഘട്ടത്തിലൊക്കെ വലിയ ആവേശമുണ്ടായിരുന്നു. കാരണം ഒരു 3 എന്നുള്ളത് അടുത്ത പകുതിയിൽ കൂടുതൽ ഗോളുകളിലേക്ക് ബ്രസീൽ എത്തിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. പക്ഷേ 3 ഗോളുകൾക്ക് ബ്രസീൽ ജയിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. ആദ്യ കളിയിൽ ബ്രസീൽ നിറമങ്ങിയിരുന്നു. ആരാധകരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഇപ്പോൾ ഇഞ്ചുറി ടൈമിൽ കളി പുരോഗമിക്കുന്നു. ഗോളുകൾ നേടാൻ ഉള്ള രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയുടെ മികവ് ടീമിന് പുലർത്താനായില്ല എങ്കിൽ പോലും പ്രതിരോധ നിര ഹെയ്ത്തിയുടെ ശക്തമായി തന്നെ നിലനിന്നു. അത് ബ്രസീൽ കൂടുതൽ ഗോളുകളിലേക്ക് എത്തുന്നതിനെ പ്രതിരോധിച്ചു. നമുക്കറിയാം, ലോക ഫുട്ബോളിൽ 80ാം റാങ്കിന് താഴെയുള്ള ടീം കൂടിയാണ് ഹെയ്ത്തിക്കെതിരെയാണ് ലോകത്തെ വമ്പൻ ടീമായ ബ്രസീൽ ഇപ്പോൾ 3 ഗോളുകളിൽ ഒതുങ്ങിയിരിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആരാധകരുടെ ആദ്യഘട്ടത്തിലെ ആവേശത്തിന് അല്പമൊരു ശമനമുണ്ട്. അവർക്ക് രണ്ടാം പകുതി നിരാശയാണ് സമ്മാനിച്ചത്. കൂടുതൽ ഗോളുകൾ പ്രതീക്ഷിച്ചിരുന്നു. ഇനി വരും മത്സരങ്ങളിൽ വമ്പൻ ടീമുകളോട് ഏറ്റുമുട്ടുമ്പോൾ ബ്രസീൽ എന്ത് തരത്തിലുള്ള കരുത്ത് കാട്ടും എന്നുള്ള ആശങ്ക ഈ 2 മത്സരങ്ങളിലുമുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ബ്രസീൽ ഉയർന്നോ എന്നുള്ളതാണ് ഇനി വിലയിരുത്തേണ്ടത്. എൽദോ ചേരുന്നുണ്ട്. എൽദോ, ആദ്യ പകുതി വലിയ ആവേശമായിരുന്നു ബ്രസീൽ ആരാധകർക്ക്. രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ ബ്രസീൽ പ്രതീക്ഷിച്ച പോലെ എത്തിയില്ലല്ലേ? രഞ്ജിത്ത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതായത് ഈ ബ്രസീലിന്റെ സ്കോർ കാർഡ് അത് ഗംഭീരമാണ്, 3-0 ഹൈത്തിക്കെതിരെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില പോരായ്മകൾ മുഴച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ചില പോരായ്മകൾ തെളിഞ്ഞു കാണുന്നുണ്ട് ഈ മത്സരത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ആദ്യ പകുതിയിൽ ആദ്യ 24 മിനിറ്റ് ബ്രസീലിനെ പിടിച്ചു നിർത്തി ഹൈത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ടാം പകുതിയിൽ ബ്രസീലിന് ഒരിക്കൽ പോലും സ്കോർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഒരു പന്ത് എൻട്രിക്ക് വലയിലെത്തിച്ചുവെങ്കിൽ പോലും അത് ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു. നിരവധി അവസരങ്ങൾ ബ്രസീലിന് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മറികടന്ന് എത്താൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും റഫീഞ്ഞയുടെ പരിക്ക് ഒരു ആശങ്കയാകുമോ എന്നുള്ള കാര്യമുണ്ട്. ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ ഡിഗ്രി എത്ര തരത്തിലുള്ള ഗ്രേഡിലാണ് ആ ഇഞ്ചുറി എന്നുള്ളത് വ്യക്തമല്ല. ഒരു ആവറേജ് ഹാംസ്ട്രിങ് ഇഞ്ചുറി പോലും 3 ആഴ്ച വരെ വിശ്രമം ആവശ്യമായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ റഫീഞ്ഞ എങ്ങാനും ഈ ലോകകപ്പ് അദ്ദേഹത്തിന് മിസ്സായാൽ വലിയ തോതിൽ വിഷമിക്കും, അല്ലെങ്കിൽ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടി വരും ബ്രസീലിയൻ ആരാധകർക്ക്. റഫീഞ്ഞയുടെ പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം. ഈ റഫീഞ്ഞയെ പിൻവലിച്ച ശേഷം അവിടെ റയനെ ഇറക്കി റൈറ്റ് വിങ്ങിൽ ആംഗിലോട്ടി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം റഫീഞ്ഞ എന്ന പ്ലെയറുടെ ക്ലാസ് അത് പകരം വയ്ക്കാൻ മറ്റൊരാൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും റഫീഞ്ഞയെ പിൻവലിക്കുമ്പോൾ എതിർ ടീമിന് വളരെ അനായാസം വിനീഷ്യസ് ജൂനിയറിനെ മാത്രം കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനെ മാത്രം ഓൾ ഔട്ടായി ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബ്രസീലിൻ്റെ പല മുന്നേറ്റങ്ങൾക്കും തടയിടാൻ കഴിയും. അതാണ് സംഭവിക്കുന്നത്. വിനീഷ്യസിന് കാര്യമായിട്ട് അനങ്ങാൻ കഴിയാതെ പോയി. വിനീഷ്യസിനെയും തൊട്ട് മുമ്പ് ഇപ്പോൾ ആഞ്ചലോട്ടി പിൻവലിച്ചു. എന്തായാലും സ്കോർ കാർഡ് സേഫാണ്. ബ്രസീൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബ്രസീലിന് 3 പോയിന്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇനിയുള്ള മത്സരങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. നെയ്മർ മടങ്ങിയെത്തുന്നു എന്നുള്ള പ്രതീക്ഷ നിലനിർത്തുമ്പോൾ റഫീഞ്ഞ പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ ആശങ്ക. നെയ്മറേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഈ ടീമിൽ ഒരു സൂപ്പർ താരം നെയ്മർ ആയിരിക്കാം, പക്ഷേ ഒരു സൂപ്പർ ക്രിയേറ്റർ അത് റഫീഞ്ഞയാണ്. അത് തന്നെയാണ് ഈ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട് റഫീഞ്ഞയ്ക്ക്. അപ്പോൾ റഫീഞ്ഞയുടെ പരിക്ക് ആശങ്കപ്പെടുത്തും. എന്നാലും മത്സരം അവസാനിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 5 മിനിറ്റാണ് ആഡ് ഓൺ ടൈമായി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അതിലെ 3 മിനിറ്റ് പിന്നിട്ടു, 4-ാം മിനിറ്റും പിന്നിട്ട് നിൽക്കുന്നു. ബ്രസീലിയൻ ആരാധകർക്ക് ആദ്യ പകുതിയിൽ 3 തവണ ആർപ്പ് വിളിക്കാൻ അവസരം കിട്ടി. പിന്നീട് ഇതിനിടയിൽ 2 തവണ ഓഫ് സൈഡ് ഗോളിന് ആർപ്പ് വിളിച്ചു. പക്ഷേ സ്കോർ കാർഡിലേക്ക് അത് എത്തിയില്ലാതെ മാത്രം. എന്നാണെങ്കിലും മത്തേസ് കൂഞ്ഞ 24-ാം മിനിറ്റിലാണ് ബ്രസീലിന് വേണ്ടി അക്കൗണ്ട് തുറന്നത്. 36-ാം മിനിറ്റിൽ അദ്ദേഹം അത് ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ വിനീഷ്യസ് ജൂനിയർ, അവരുടെ പ്രധാനപ്പെട്ട താരം, സൂപ്പർ താരം, സ്കോർ ചെയ്ത് ബ്രസീലിൻ്റെ ലീഡ് 3-0 എന്നാക്കി. ഹെയ്ത്തിയുടെ മത്സരത്തെ പറ്റിയും എത്തുകയാണെങ്കിൽ ഈ മത്സരത്തിൽ ബോൾ പൊസിഷനൊക്കെ ബ്രസീലിനാണ് കൂടുതൽ. ഏതാണ്ട് 60%, 57% നിലവിലെ ബോൾ പൊസിഷൻ ബ്രസീലിന്. പക്ഷേ ബ്രസീലിൻ്റെ വലിയ ചാൻസുകൾ അത് അധികം അവസരങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ്. 3 അവസരങ്ങളാണ് ബ്രസീലിന് ഒരു ബിഗ് ചാൻസസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നുള്ളത്. ടോട്ടൽ ഷോട്ട്സ് അത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഹെയ്ത്തിയും 8 ഷോട്ടുകൾ പായിച്ചു, ബ്രസീലും 8 ഷോട്ടുകൾ പായിച്ചു. ഒപ്പത്തിനൊപ്പമാണ് ഷോട്ടുകളുടെ എണ്ണത്തിൽ ബ്രസീലും ഹെയ്ത്തിയും നിൽക്കുന്നത്. ബ്രസീലിയൻ ഗോൾ കീപ്പർ 2 തവണ അത് സേവ് ചെയ്തു, ഹെയ്ത്തി ഗോൾ കീപ്പർ 3 തവണയും. എന്താണെങ്കിലും കോർണർ കിക്കുകൾ 4 എണ്ണം 2 ടീമും വീതം നേടിയെടുത്തിട്ടുണ്ട്. പാസുകളുടെ കാര്യത്തിൽ ബ്രസീലിന് കൃത്യമായിട്ടുള്ള മേധാവിത്വമുണ്ട്. 522
292 പാസ്സാണ്. മറുവശത്ത് ഹെയ്ത്തി 398 പാസുകൾ. അങ്ങനെ മത്സരത്തിലെ ഫലം വരുമ്പോൾ ബ്രസീലിന് ഒരു 3 പോയിന്റ് ലഭിക്കുന്നു. ആ 3 ഗോൾ ജയത്തിൽ എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഒരു ക്ലിനിക്കൽ, ഒരു പ്രൊഫഷണൽ മത്സരം കാഴ്ചവെക്കാൻ ബ്രസീലിന് എത്രത്തോളം കഴിഞ്ഞു എന്നുള്ള സംശയകരമാണ്. ബ്രസീലിയൻ ആരാധകർക്ക് ഇത് സന്തോഷമാണ്. അതേ MS അനീഷ് കുമാർ അവിടെ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അവിടെ മത്സരം കഴിഞ്ഞു, അതിൻ്റെ ആവേശം പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട് ആരാധകർ. അനീഷ് കുമാർ അവിടെ നിന്ന് തത്സമയം ചേരുന്നു കോഴിക്കോട് നിന്ന്. നമ്മള് ഗോള് കണ്ടു വന്നതല്ല, ട്രോഫി കണ്ടു വന്നത്. എന്നാലും ടീം മൊത്തത്തിൽ സെറ്റായിരുന്നു. കുറച്ചും കൂടി ഒന്ന് പവർ ആവാനുണ്ട്. ഉഷാറായി അമർത്തി മുന്നത്തെ അമർത്തി എല്ലാം അമർത്തി നമ്മൾ ജയിക്കും. കപ്പ് കൊണ്ടുപോകും, ബ്രസീൽ കപ്പ് കൊണ്ടുപോകും. കളി അടിപൊളിയല്ലേ? 3 ഗോളായാലും സ്റ്റിൽ നമ്മൾ എന്നാ ജയിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.